പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്തെ നേതാക്കൾ പറഞ്ഞത് എന്താ? തെളിവൊക്കെ നമ്മൾ പറഞ്ഞു. തൊഴിയൂർ ഉസ്താദ് നേരത്തെ അത് വിശദമായി വായിച്ചു. ഒരുപാടുണ്ട് അതിൽ. ഞാൻ വിശദാക്കേണ്ട ആവശ്യവും പെടല്ല. കാരണം എന്താ അറിയോ, ഫൈസൽ മൗലവി പറയേണ്ട ആക്കളിൽ തന്നെയാണ് ഇത്. പണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് ഞങ്ങൾ സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. പണ്ട് ആരാ ഇത് പറഞ്ഞത്? EK മൗലവി, TK മൗലവി, അതുപോലെ KM മൗലവി. വിലക്കേത് എഴുതണ്. അതിനെക്കുറിച്ച് അയാൾ പറയണം. അതങ്ങനെ പലരും പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും സ്വീകാര്യമല്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫൈസൽ മൗലവി എന്ന് പറഞ്ഞോട്ടെ, ഒന്ന് വെച്ചു കൊടുക്കും. എന്നെ സംബന്ധിച്ച് ആരെവിടെ എഴുതിയാലും അത് പ്രമാണക്ക് യോജിക്കുന്നില്ല. അൽമനാറിൽ വന്നാലും വേണ്ടില്ല, എവിടെ വന്നാലും വേണ്ടില്ല, അത് ശരിയല്ല എന്ന് ചിന്തിക്കാൻ ബുദ്ധിയുള്ളവരെ മുജാഹിദാവുള്ളൂ. പണ്ട് APJ പറയുന്നുണ്ട്, ഒരു ആവറേജ് ബുദ്ധിയുള്ളവരെ മുജാഹിദാവുള്ളൂ എന്ന്, അല്ലാത്ത മുജാഹിദാവില്ല. അൽമനാറിൽ വന്നാൽ സമീന വാത്വഴിന, അത് മുജാഹിദിന്റെ നിലപാടല്ല. എവിടെ വന്നാലും, നേർപ്പത്തിൽ പറഞ്ഞാലും, എവിടെ എഴുതിയാലും, നീ ഇവിടെ പറഞ്ഞാലും ശരി, ഇവിടെ പ്രസംഗ വിഷയം പറഞ്ഞാലും അത് പ്രമാണ വിരുദ്ധമാണോ, ഈ നാടന്മാരൊക്കെ പറയും അത് ശരിയില്ല, ടങ്ങളെ പറഞ്ഞ് ശരിയില്ല എന്ന് പറയും. അതാണ് മുജാഹിദ്. അത് ജിഹാദ് ചെയ്യുന്നവരാണ്. ഞങ്ങൾ മുക്കല്ലിദീങ്ങളല്ല. അതുകൊണ്ട് തന്നെ തെറ്റ് അബദ്ധം എവിടെ വന്നോ അത് അബദ്ധമാണ് എന്നും പറയും. ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ അൽ മുർഷിദിൽ, അൽ ഇർഷാദിൽ, അൽ മനാറിൽ ഒക്കെ ആദ്യകാലത്ത് വന്നിട്ടുണ്ട്. ശരി തന്നെയാണ്. എന്നാൽ അതെന്നെ മുഴുവൻ വായിച്ചാലോ, അത് കംപ്ലീറ്റ് ആണ് വായിച്ചാൽ ഇപ്പം പറഞ്ഞ മൗലീദും അതും യാതൊരു ബന്ധം ഉണ്ടാവില്ല. കുറച്ച് ഭാഗം ഒരു പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊക്കെ പറയാനുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ലേഖനം ഫുള്ളായിട്ട് വായിച്ചാൽ പൂർണ്ണമായും പൊളിഞ്ഞു പോണ രൂപത്തിലാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ അതിന് മുമ്പുള്ള അടക്കം റബീഉൽ അവൽ മാസം ആരംഭം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല. അത്രയും സാറല്ല. അപ്പൊ ഇയാൾ പറയുന്നത് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ശരി ശരി ശരി, പക്ഷെ ഞങ്ങൾ ഇപ്പം അത് അംഗീകരിക്കണില്ല എന്നാണ്. അതാ ഞങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. പിന്നെ ഇയാൾ പറഞ്ഞു ലേഖനം മുഴുവൻ വായിച്ചാൽ വിഷയം തീരുമാനം. എന്താ തീരുമാനമാക്കണം? എങ്ങനെ? മൗലിദ് ആഘോഷം ഉഷാർ തന്നെ നടത്തണം തന്നെയാണ്, നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് വരെ പറയുന്നത് അത് മൗലവിമാരാണല്ലോ അത് ആഘോഷിക്കണം. ശരിക്കും ചിന്തിക്കണം. നമ്മളവിടെ ഇസ്തിഗാസയെ എതിർക്കുന്ന മുഹിയുദ്ദീൻ മാല ശരിയല്ലെന്ന് എഴുതിയ ആ കാലത്ത് തന്നെയാണ് നബിദിനാഘോഷം ആര് നടത്തുന്നത്? ഈ മൗലവിമാര്, ഇന്നത്തെ പുതിയ മൗലവിമാരെ പോലെ തന്നെ. മനസ്സിലാണില്ലേ? നബിദിനാഘോഷം നടത്തുന്നുണ്ട്, അപ്പം തന്നെ ഒരു പറയുന്നു ഇസ്തിഗാസ ശരിയല്ലെന്നാണ്. തവസ്സുലിനെ പിന്നെ അങ്ങനെ അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട് ചിലയിടത്തൊക്കെ. അപ്പൊ ഇസ്തിഗാസ വിരുദ്ധ പക്ഷത്തുള്ളപ്പോൾ തന്നെയാണ് ഏതിനെ പറയുന്നത്? നബിദിനാഘോഷിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേഖനങ്ങളൊക്കെ ലാസ്റ്റ് കൊണ്ടുപോയി എത്തിക്കുന്നത് എങ്ങോട്ടാ? നബിദിനം ആഘോഷിക്കണം. ലോകത്തൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ ആഘോഷവേളകളിൽ ഓതുന്ന ചില മൗലിദുകളുണ്ട്, മങ്കൂസുണ്ട്, അതുവേണ്ടി പറയുന്നുണ്ട്, അതൊന്നും ഓതാൻ പാടില്ല. അവിടെ പിന്നെ നമ്മൾ നല്ല മദ്ഹ് പറഞ്ഞു കൊടുത്താൽ മതി. ഇതിൻ്റെ ആവർത്തനാണ് ഇപ്പം നടക്കാൻ പോണത്. മനസ്സിലായില്ലേ? തവസ്സുൽ ഇസ്തിഗാസ കണ്ട് ഒഴിവാക്കിയിട്ട് വെറും മദ്ഹ് പറയുന്ന നബിദിനാഘോഷങ്ങൾ കൂട്ടണം. ഇതാപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന നിർദ്ദേശം. അതന്നെയാണ് അന്ന് നടന്നത്. അയാൾ ഒന്നുകൂടി പറയുന്നുണ്ട്, അത് ഈ മങ്കൂസൊക്കെയാണ് പ്രശ്നം. വെക്കട്ടെ. എല്ലാത്തിൻ്റെയും അടി ഒന്ന് തന്നെ, എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഒന്നാണ്. ഈ കള്ളക്കഥ എല്ലാത്തിനുള്ളത്. അവിടെ ഇതൊന്നുമല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കുകയും പിന്നെ എന്താ വേണ്ടത് അന്ന് ഓല് നബിദിനാഘോഷം സംഘടിപ്പിച്ചു. ശരിയാണ്. അതെന്താ? നമ്മളിന്ന് ഈ മുഖാമുഖം വെക്കണ പോലെ ഓല് അന്നൊരു പരിപാടി വെച്ചു, നബിൻ്റെ ശരിയായ ചരിത്രം പഠിപ്പിക്കാൻ. അതിന് അവർ നബിദിനാഘോഷം എന്ന് പേരിട്ടു. അത് ശരിയാണ്. ആ കാലത്ത് ഓല അങ്ങനെ നബിദിനാഘോഷം എന്ന് പേരിട്ട് അങ്ങനെ അപ്പളങ്ങളെ പോലെ തന്നെ അപ്പോഴേ വരുള്ളൂ. അതുകൊണ്ടായിരിക്കണം അല്ലാഹു അഅലം. എന്നിട്ട് അവിടെ നബിന്റെ ശരിയായ ചരിത്രം പഠിപ്പിച്ചു. ഇതൊന്നുമല്ല വായിക്കേണ്ടത്, ഇങ്ങനൊന്നല്ല വേണ്ടത്, ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് നബിയുടെ ശരിയായ സുന്നത്തിനെ പഠിപ്പിക്കുകയും ശരിയായ സീറ പഠിപ്പിക്കുകയും ഈ മൗലിദ് കിതാബൊക്കെ കള്ളക്കഥയാണ്, ഇതൊന്നും ഓതി പരലോകം കളയണ്ട എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ആ മൗലിദ് സദസ്സിൽ പങ്കെടുത്ത പലരും മുജാഹിദായി മാറി. അത് അന്നോൾ ചെയ്തതാണ്. അതൊരു പക്ഷേ നമുക്കത് അങ്ങനെ വേണ്ടില്ല എന്നുമാണ് ഇപ്പം പറഞ്ഞ അർത്ഥമില്ലല്ലോ, അത് കഴിഞ്ഞു പോയി. ഏതായിരുന്നാലും ഇത് സുന്നത്താണ് എന്നോ ഇത് ചെയ്യേണ്ടതാണ് എന്നോ രണ്ട് കാര്യം മൗലവി സമ്മതിച്ച് അന്ന് നടത്തിയിട്ടുണ്ട്.
പേര് നബിദിനാഘോഷം എന്നുള്ള പേരിൽ തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നടത്തിയത് എന്തിനാണ്? അന്നുള്ള എല്ലാവരും നബിദിനം എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടിയിട്ട് മങ്കൂസ് ഓതരുത് എന്ന് പഠിപ്പിക്കാനാണ്. ഓക്കെ, നിങ്ങൾ നബിദിന സമ്മതിച്ചു, അത് ശരിയാണെന്നൊക്കെ നിങ്ങൾ അംഗീകരിച്ച് തന്നല്ലോ. പിന്നെ മങ്കൂസ് പോലും ഇത് ഏതായാലും നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഉറപ്പന്നല്ലേ. ഇതേ സംഭവമാണ് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നബിദിനാഘോഷമൊന്നും സുന്നി ക്യാമ്പയിൻ എന്നൊക്കെ പേര് വെച്ച് ആളുകളെ വിളിച്ചു ചേർക്കും. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇസ്തിഗാസ പാടില്ല, കുത്തുബിയ്യത്ത് ചൊല്ലൽ പാടില്ല. ഇതേ സംഭവം തന്നെ അന്നും നടന്ന്. അപ്പൊ അതുകൊണ്ട് മൗലവിമാരുടെ ആദ്യകാല മൗലവിമാർ അവരുടെ പുസ്തകങ്ങളിൽ നബിദിനാഘോഷത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എഴുതി എന്നുള്ളത് വളരെ വ്യക്തം. എന്നുള്ളല്ലോ അംഗീകരിക്കൂല എന്നാ പറഞ്ഞേ. അടുത്ത കാലം വലിയ അംഗീകരിക്കൂല. അടുത്ത മുജാഹിദ് എന്നാ പറയും. ഫൈസൽ മൗലി അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഓലൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങളെ അഭിപ്രായത്തിൽ നബിദിനം ആഘോഷിക്കണം എന്നാണ് തിരിച്ചും പറയും. മുജാഹിദല്ലേ. ഇപ്പൊ തന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ വലിയ മൗലവിയാണ് ഒ അബ്ദുള്ള. ഇവിടെ അടുത്താണല്ലോ ആള്. ഈ ഒ അബ്ദുള്ളക്ക് എത്ര പ്രസംഗ കഴിഞ്ഞ റബീഉൽ അവ്വലിന് നടത്തിയത്? നബിദിനം സമുചിതമായി ആഘോഷിക്കണം എന്നാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിനും പറ്റിയ വലിയൊരു അബദ്ധമാണ് നബിദിനാഘോഷത്തിനെതിരെ പറഞ്ഞതെന്നാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിദിനാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അത് നുബുവത്തിന് ശേഷം അറവ് നടത്തി ആടിനെ അറുത്തത് ഉദ്ഘാടനം ചെയ്തു എന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അൽ ഹാബീലിൽ ഫതാവ പോലെയുള്ള ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ ആധാരം. അപ്പോൾ റസൂൽ തന്നെ ചെയ്തു, ഇപ്പോൾ സ്വഹാബി ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തി ഉണ്ടോ? സ്വഹാബികൾ എന്തായാലും ചെയ്യും. കാരണം ആര് ചെയ്തു പോയി? ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങൾ വളരെ വ്യക്തം.